ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതരായ വിശ്വാസികളെ, പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോട് ചേർന്നുള്ള പരിശുദ്ധ 15 നോയമ്പിലൂടെ നാം കടന്നു പോകുകയാണ്. നോമ്പുകൾ പാകപ്പെടുത്തുവാനും പരുവപ്പെടുത്തുവാനുമായിട്ടുള്ള സന്ദർഭങ്ങളാണ്. സോക്രട്ടസിൻ്റെ ഭാഷയിൽ ദി അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. പരിശോധിക്കപ്പെടാത്ത ജീവിതം വ്യർത്ഥമായതാണ് എന്ന് അദ്ദേഹം ഓർപ്പിക്കുകയാണ്. പരിശുദ്ധ നോയമ്പുകൾ പരിശോധിക്കപ്പെടുവാനും പാകപ്പെടുവാനും പരുവപ്പെടുവാനുമായിട്ടുള്ള ഇടങ്ങളാണ്. ഈ ഓഗസ്റ്റ് മാസം 1 മുതൽ 15 വരെയുള്ള ഈ ദിവസങ്ങൾ നമ്മുടെ ഉള്ളിൽ പരുവപ്പെടുവാനും പാകപ്പെടുവാനുമായിട്ടുള്ള സന്ദർഭങ്ങളായിട്ട് മാറിത്തീരുവാൻ സർവശക്തൻ നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വേദ വിചിന്തനത്തിനായിട്ട് ഒരു തലക്കെട്ട് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇപ്രകാരമാണ്: കാന മുതൽ കാൽവറി വരെ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നമ്മുടെ ഇന്നത്തെ വേദഭാഗത്തിൻ്റെ വിചിന്തനത്തിൻ്റെ തലക്കെട്ട് കാന മുതൽ കാൽവറി വരെ. ഒരു നിമിഷം തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല ദിവസത്തിൻ്റെ സന്ധ്യായാമത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. തമ്പുരാനെ, ഞങ്ങൾക്ക് അങ്ങയുടെ തൃപ്പാദത്തിൽ ആയിരിക്കുവാനും നിന്നിൽ നിന്ന് ലഭിച്ചതായ നന്മകളെ ഒക്കെ ധ്യാനിക്കുവാനും, ദൈവമേ, നിന്നിൽ പാകപ്പെടുവാനും പരുവപ്പെടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ വചനം ജനത്തിന് വിഭജിച്ച് കൊടുക്കുവാൻ തക്കവണ്ണം അടിയനെ നീ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണമേ. നിന്റെ അദൃശ്യമാകുന്ന കരുണയും കാവലും ഞങ്ങളുടെ മേൽ നാഥ നീ അവിടുന്ന് ചൊരിഞ്ഞു തരണമേ. ആയത് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. ഒരിക്കൽ കൂടി നമ്മുടെ വേദവിചിന്തനത്തിൻ്റെ തലക്കെട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു: കാന മുതൽ കാൽവറി വരെ. അരിസ്റ്റോട്ടിലിൻ്റെ ധാർമ്മിക ശാസ്ത്രത്തിൽ അദ്ദേഹം ഇപ്രകാരം കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറിച്ചിരിക്കുന്നത് വിർച്യൂസ്, പുണ്യത്തെ പറ്റിയാണ്. 2 തരത്തിലുള്ള അറിവുകൾ മനുഷ്യനിൽ ഉണ്ട്. ഒന്നാമതായിട്ട് തിയററ്റിക്കൽ നോളജ്, സോഫിയ എന്ന് നാം പറയും. അത് താത്വികമാകുന്ന അറിവാണ്. രണ്ടാമതായിട്ട് പ്രാക്ടിക്കൽ നോളജ്, അത് പ്രായോഗികമാണ്, പ്രാക്സിസ് എന്ന് പറയും. ഒരു മനുഷ്യന് പുണ്യമുള്ള ഒരനുഭവം അല്ലെങ്കിൽ പുണ്യമുള്ളത് എന്ന് നാം പറയണമെങ്കിൽ ഈ താത്വികമാകുന്ന അറിവും പ്രായോഗികമാകുന്ന അറിവും കൂടിച്ചേർന്നേ മതിയാകുകയുള്ളൂ. ക്രൈസ്തവ ആധ്യാത്മികതയിൽ ക്രിസ്തുവിനെ അറിയുന്നവരുണ്ട്, അറിഞ്ഞ ക്രിസ്തുവിനെ ജനത്തിനായിട്ട് നൽകുന്നവരും ഉണ്ട്. അറിയുക മാത്രമായാൽ പലപ്പോഴും ജീവിക്കുവാനായിട്ട് നാം മറന്നുപോകുന്നു. അറിയുന്ന തത്വങ്ങൾക്ക് ജീവൻ പകരുന്നത് പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് പുണ്യമുള്ളതായിട്ട് തീരണമെങ്കിൽ അറിയുന്ന തത്വങ്ങൾക്ക് ജീവൻ കൊടുക്കുവാനായിട്ട് കഴിയണം. ക്രൈസ്തവ ആധ്യാത്മികതയും അപ്രകാരമായിരിക്കണം. ക്രിസ്തുവിനെ അറിയുക, അറിഞ്ഞ തത്വങ്ങൾക്ക് ജീവൻ കൊടുക്കുക. അങ്ങനെയെങ്കിൽ പുണ്യമുള്ളത് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. കാന മുതൽ കാൽവറി വരെയുള്ള പ്രയാണത്തിൽ പുണ്യമുള്ളവളായിട്ട് ഒരുവൾ ക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്നു. സുവിശേഷകൻ യോഹന്നാൻ എന്ന സുവിശേഷകൻ പ്രതിപാദിക്കുന്ന കാനായുടെ അനുഭവത്തിലും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ കുരിശാരോഹണം നടക്കുന്ന കാൽവറിയുടെ ചുവട്ടിലും നാം പരിചയപ്പെടുന്ന ഒരു മാതൃഭാവമുണ്ട്. അത് മറിയത്തിൻ്റെ മാതൃഭാവമാണ്. അതുകൊണ്ടാണ് അവളെ പുണ്യവതിയെന്നും സൗഭാഗ്യവതിയെന്നും വാഴ്ത്തുവാൻ നമുക്ക് ഇടയാകുന്നത്. അറിഞ്ഞ ക്രിസ്തുവിനെ, ഉദരത്തിൽ വഹിച്ച ക്രിസ്തുവിനെ ജനത്തിനായിട്ട് നൽകുവാൻ തക്കവണ്ണം അവൾ
തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ട് പുണ്യവതി എന്ന് ഈ ലോകം മുഴുവനും അവളെ വാഴ്ത്തുന്നു. നമ്മുടെ ആരാധനാക്രമത്തിലും പരിശുദ്ധ മറിയമിന് പ്രത്യേകമാകുന്ന സ്ഥാനം നാം നൽകുകയും ചെയ്യുന്നു. പരിശുദ്ധിയായ ദൈവമാതാവിൻ്റെ പെരുന്നാളിനോട് ചേർന്നുള്ള ഈ സന്ധ്യയിൽ ഞാൻ വളരെയേറെ ചിന്തിച്ചിട്ടാണ് കാന മുതൽ കാൽവറി വരെ എന്നുള്ള തലക്കെട്ട് കൊടുത്തത്. എന്തുകൊണ്ടാണ് കാനായും കാൽവറിയും എടുത്ത് പറയപ്പെടുന്നത്? യോഹന്നാൻ എന്ന സുവിശേഷകൻ, പ്രത്യേകിച്ച് അടയാളങ്ങളുടെ സുവിശേഷം എന്ന് അറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ മറിയത്തെ വരച്ചു കാട്ടുന്നത് 2 ഇടത്താണ്. അത് കാനായും കാൽവറിയുമാണ്. ഈ 2 ഇടത്തും വളരെയേറെ പ്രത്യേകതകളും സാമ്യങ്ങളും ഒക്കെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സുവിശേഷകന്മാർ പല രീതിയിൽ മറിയമിനെയും ക്രിസ്തുവിനെയും തങ്ങളുടെ സുവിശേഷങ്ങളിൽ ചേർത്ത് വയ്ക്കാറുണ്ട്. മത്തായി എന്ന സുവിശേഷകൻ മദർ ഓഫ് മസേയ, മെഷിഹായുടെ അമ്മ എന്ന് രേഖപ്പെടുത്തുമ്പോൾ, മർക്കോസ് എന്ന സുവിശേഷകൻ മറിയയുടെ മകൻ, അവൻ്റെ മനുഷ്യത്വത്തെ കുറിക്കുന്നതിനു വേണ്ടി രേഖപ്പെടുത്തുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വിമൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ലൂക്കോസ് തന്നെ അപ്പോസ്തല പ്രവർത്തികളിൽ എഴുതി വച്ചിരിക്കുകയാണ് ദ മോഡൽ ഓഫ് ഓൾ ക്രിസ്ത്യൻസ്. ഇങ്ങനെ വ്യത്യസ്തമാകുന്ന തലങ്ങളിൽ മറിയത്തെ പ്രതിപാദിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറിയത്തെ പ്രതിപാദിക്കുന്ന 2 ഇടം കാനായും കാൽവറിയുമാണ്. അനേകം സാമ്യതകളും സമാനതകളും കാനായും കാൽവറിയും നമുക്കായിട്ട് നൽകുന്നുണ്ട്. വീഞ്ഞാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാൻ തൻ്റെ ദൈവപുത്രത്വം തെളിയിക്കുന്നത് വാക്കുകളിലൂടെ കാനാവിൽ, പക്ഷേ നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവൃത്തിയിലൂടെ താൻ ദൈവപുത്രനെന്ന് തെളിയിക്കുകയാണ് കാൽവറിയിൽ, അല്ലെങ്കിൽ കർത്താവിനെ കുരിശിച്ച കാൽവറിയുടെ അനുഭവത്തിൽ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അടയാളങ്ങൾ പലതാണ്. കാന അടയാളങ്ങളുടെ ആരംഭമാണ് എങ്കിൽ കാൽവറി പ്രവൃത്തികളുടെ പൂർത്തീകരണമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 19-ാം അധ്യായവുമാണ് മറിയത്തെ പ്രതിപാദിക്കുന്നതായ 2 ഇടങ്ങൾ. യോഹന്നാൻ വരച്ചു കാട്ടുന്നതായ കാനായിക്കും കാൽവറിക്കും 3 പ്രത്യേകതകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഒന്നാമതായിട്ട്, സ്വന്തം മാതാവിൻ്റെ ഇഷ്ടം നിർവഹിച്ചുകൊണ്ട് പരസ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ഇടമാണ് കാന എങ്കിൽ, സ്വന്തം പിതാവിൻ്റെ ഇഷ്ടം നിർവഹിച്ചുകൊണ്ട് മരണത്തിലേക്ക് പ്രവേശിക്കുന്ന ഇടമാണ് കാൽവറി എന്ന് പറയുന്നത്. 2, അനുസരണമുള്ള ചിലരെയൊക്കെ കാൽവറിയിലും കാനായിലും ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 3, 2 ഇടത്തും വിരുന്നാണ് നടക്കുന്നത്. 1 വിവാഹ വിരുന്നാണ് എങ്കിൽ 2 കാൽവറിയുടെ വിരുന്നാണ്. വിവാഹ വിരുന്ന് ഭൂമിക്ക് നല്ല സന്തോഷം, ജനത്തിന് വിവാഹ വാഴിക്ക്, വിരുന്ന് വാഴിക്ക്, മണവാളന്, മണവാട്ടിക്ക്, ചാർച്ചക്കാർക്ക് സന്തോഷം തരുന്നത് ആണ് എങ്കിൽ കാൽവറിയുടെ വിരുന്ന് സ്വർഗം സന്തോഷിക്കുന്നതായ ദിവ്യ അനുഭവം. ഇതാണ് കാനായും കാൽവറിയും വിശദമായിട്ട് പഠിക്കുമ്പോൾ നാം കാണുന്ന പ്രത്യേകതകൾ. പക്ഷേ അതിലെല്ലാം ഉപരിയായിട്ട് കാനായും കാൽവറിയും ഒരു കുടുംബത്തിൻ്റെ ഭവനത്തിൻ്റെ പശ്ചാത്തലം രൂപപ്പെടുത്തുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്ന് ഒരു ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്കറിയാം. ഒരു കുടുംബം രൂപപ്പെടുന്ന ഇടമാണ് കാനായിലെ കല്യാണ വിരുന്ന്. മണവാട്ടിയും മണവാളനും പരിശുദ്ധ വിവാഹത്തിലൂടെ, വിവാഹ വിരുന്നിലൂടെ അവർ ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ചിന്ത കടന്നു വന്നേക്കാം, എങ്ങനെയാണ് കാൽവറി ഒരു കുടുംബമായിട്ട് രൂപാന്തരപ്പെടുന്നത്? അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, കാൽവറിയും ഒരു കുടുംബമായിട്ട് രൂപപ്പെടുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? മാതാവിനെ നോക്കിക്കൊണ്ട് ഇതാ നിന്റെ മകനെന്നും, യോഹന്നാനെ നോക്കിക്കൊണ്ട് ഇതാ നിന്റെ അമ്മയെന്നും പറയുമ്പോൾ അമ്മയും മകനും ഉൾപ്പെടുന്നതായ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തെ അവിടെ വരച്ചു കാട്ടുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, കാനായും കാൽവറിയും അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, ഭവനത്തിൻ്റെ പശ്ചാത്തലത്തെ നമുക്കായിട്ട് നൽകുകയാണ്.
ഈ മാതൃഹൃദയത്തിൻ്റെ ഒരു ദൈവികമാകുന്ന ഭാവം കാനായിലും കാൽവറിയിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയാണ് കാനായും കാൽവറിയും മാതൃഹൃദയത്തിൻ്റെ ഭാവങ്ങളെ നമുക്കായിട്ട് പരിചയപ്പെടുന്നത്? ഈ സന്ധ്യയിൽ മാതാവിൻ്റെ മാതൃഹൃദയത്തിൻ്റെ ഭാവം കാനായിലും കാൽവറിയിലും എങ്ങനെ പ്രതിഫലിച്ചു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തെ മുൻനിർത്തിക്കൊണ്ട് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, കാനായും കാൽവറിയും പ്രതീക്ഷകൾക്ക് നിറം പകരുന്ന, പ്രതീക്ഷകൾക്ക് നിറവ് പകരുവാൻ സാക്ഷ്യം വഹിക്കുന്ന ഇടമാണ്. കാനായും കാൽവറിയും പ്രതീക്ഷകൾക്ക് നിറം പകരുവാൻ, പ്രതീക്ഷകൾക്ക് നിറവ് പകരുവാൻ സാക്ഷ്യം വഹിക്കുന്ന ഇടമാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾക്ക് നിറവ് പകരുന്നത്? കാനായുടെ അനുഭവം നമുക്കറിയാം. വിരുന്ന് വളരെയേറെ പ്രതീക്ഷയോടുകൂടി വിരുന്ന് വഴി നടത്തുകയാണ്. മണവാളനും മണവാട്ടിയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. There occurs a transformation. കാനായുടെ അനുഭവത്തിലും ഒരു ട്രാൻസ്ഫർമേഷൻ, രൂപാന്തരമുണ്ടാകുന്നു. എവിടെയാ രൂപാന്തരം? പ്രപഞ്ച സൃഷ്ടിയായ വെള്ളത്തെ രൂപാന്തരപ്പെടുത്തി നല്ല ഒന്നാന്തരം വീഞ്ഞായിട്ട് മാറ്റുന്നു എങ്കിൽ കാൽവറിയുടെ അനുഭവത്തിലുണ്ടാകുന്ന രൂപാന്തരം പ്രതീക്ഷകൾ നിറഞ്ഞതായിരുന്നു. ആ രൂപാന്തരം സൃഷ്ടിയുടെ മകുടമാകുന്ന മനുഷ്യന് രൂപാന്തരമുണ്ടാക്കുന്ന, ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കുന്ന ഒരു ഇടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രതീക്ഷകളുടെ ഇടമായിരുന്നു, നിറവുകളുടെ ഇടമായിരുന്നു, നിറവുകൾക്ക് സാക്ഷ്യം വഹിച്ച ഇടമായിരുന്നു ഈ മാതൃഹൃദയം. അനുഗ്രഹിക്കപ്പെട്ടവരെ, കാനായുടെ ആഴങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ കാൽവറിയുടെ വിരിമാറിൽ, കുരിശിൻ്റെ ചുവട്ടിൽ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ കുരിശ് തന്നെ നമുക്കായിട്ട് ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവമാണ്. കാൽവറിയുടെ യാഗം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ രൂപാന്തരമാണ്. പക്ഷേ ഹൃദയത്തിൻ്റെ രൂപാന്തരം മനുഷ്യനുണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകുകയാണ്. അതിന് ഏറ്റവും ഉദാത്തമാകുന്ന ഉദാഹരണം ആ ഭാഗത്ത് തന്നെ നാം കാണുന്നുണ്ട്. കാൽവറിയുടെ വിരിമാറിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു ശിഷ്യൻ, നമുക്കറിയാം യോഹന്നാൻ. മറ്റ് ശിഷ്യന്മാരെല്ലാം ഒരുപക്ഷെ ദൂരത്തേക്ക് മാറി നിന്നപ്പോൾ കർത്താവിനെ സ്നേഹിച്ച യോഹന്നാൻ എന്ന ശിഷ്യൻ കാൽവറിയുടെ കുരിശിൻ്റെ ചുവടിനോട് ചേർന്ന് നിൽക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടിയായ വെള്ളത്തിന് കാനായിൽ രൂപാന്തരമുണ്ടായപ്പോൾ കുരിശിനോട് ചേർന്ന് നിൽക്കുന്ന യോഹന്നാൻ്റെ ഹൃദയത്തിന് ചില രൂപാന്തരങ്ങൾ കാൽവറിയുടെ വിരിമാറിൽ, കാൽവറിയുടെ മടിത്തട്ടിൽ ഉണ്ടാകുകയാ. പ്രിയമുള്ളവരെ, വികാരനിർഭരമാകുന്ന അന്തരീക്ഷമാണ് കാൽവറിയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നാം കാണുന്നുള്ളത്. മറിയമുണ്ട്, യോഹന്നാനുണ്ട്, മറ്റ് സ്ത്രീകളുണ്ട്. വളരെയേറെ ദുഃഖത്തിൻ്റെ ഒരു അനുഭവം. അവിടെയാണ് ക്രിസ്തു തൻ്റെ അമ്മയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. ക്രിസ്തു യോഹന്നാനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബം, അമ്മയും മകനുമുള്ള ഒരു കുടുംബം കാൽവറിയുടെ ചുവട്ടിൽ രൂപപ്പെടുകയാണ്. അങ്ങനെ ക്രിസ്തു ശിഷ്യനായ യോഹന്നാൻ മറിയത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ, മറിയത്തെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ, there occurs a transformation. മനസ്സിന്, ഹൃദയത്തിന് എന്ത് വ്യത്യാസമാണ് യോഹന്നാന് ഉണ്ടായത് എന്ന് നാം ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ഈ വ്യത്യാസം തന്നെയാണ് മാനുഷിക ഹൃദയങ്ങൾക്കും കുരിശിൻ്റെ ചുവട് വ്യത്യാസപ്പെടുത്തേണ്ടത്. യോഹന്നാൻ എന്ത് വ്യത്യാസമുണ്ടായി എന്ന് ചിന്തിക്കണമെങ്കിൽ യോഹന്നാൻ്റെ പൂർവ്വ സ്വഭാവത്തിലേക്ക് നാം ഒന്ന് കടന്നു ചെല്ലണം. യോഹന്നാൻ്റെ സ്വഭാവത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. മറിയത്തെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്വഭാവത്തിന് ഒരു ട്രാൻസ്ഫർമേഷൻ, രൂപാന്തരമുണ്ടാകുകയാണ്. യോഹന്നാൻ്റെ സ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തൻ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കാൻ വരം നൽകണമെന്ന് യാക്കോബും യോഹന്നാനും കൂടി കർത്തൃസന്നിധിയിലേക്ക് ചെന്ന് അപേക്ഷിക്കുകയാണ്. ഒരുത്തന് വലത്തും ഒരുത്തന് ഇടത്തും ഇരിക്കുവാൻ തക്കവണ്ണമുള്ള അവസരം എന്ന് പറഞ്ഞാൽ
നമ്മുടെ ഭാഷയിൽ, കൊളോക്കിയൽ ഭാഷയിൽ വേണമെങ്കിൽ പറയാം, സീറ്റ് ഉറപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അധ്വാനം യോഹന്നാൻ നിർവഹിക്കുകയാണ്. എങ്ങനെയാണ് സീറ്റ് ഉറപ്പിക്കുന്നത്? ഒരു പൊസിഷൻ ഉറപ്പിക്കുവാൻ തക്കവണ്ണം, ഒരു പൊസിഷൻ സീക്കിംഗ് പേഴ്സണാലിറ്റി, സ്ഥാനമോഹിയായിട്ട് യോഹന്നാൻ മാറിത്തീരുകയാണ്. ഒന്ന്, യോഹന്നാൻ്റെ സ്വഭാവം ഇത്. രണ്ടാമതായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളിൽ, ഗുരു, ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. അവൻ നമ്മെ അനുഗമിക്കായകയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു. ഹി വാസ് ഇൻടോളറൻറ്റ്. ഒരു അസഹിഷ്ണുതയുടെ ഭാവം യോഹന്നാനിൽ ദർശിക്കുവാനായിട്ട് കഴിയുമായിരുന്നു. ഒന്ന്, പൊസിഷൻ സീക്കിംഗ്, സ്ഥാനമോഹി. രണ്ട്, അസഹിഷ്ണുതയുടെ ഒരു സ്വഭാവം. മൂന്നാമതായിട്ട് മറ്റൊരു സ്വഭാവം കൂടി യോഹന്നാനുണ്ടായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 54-ാം വാക്യത്തിൽ, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീയിറക്കി നശിപ്പിക്കുവാൻ നിനക്ക് സമ്മതമോ? അതിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് യേശുവിനെ ചില ശമരിയാക്കാർ തടഞ്ഞ അനുഭവമാണ്. യോഹന്നാൻ അവരെയെല്ലാം നോക്കിക്കൊണ്ട് ക്രിസ്തുവിനോട് പറയുകയാണ്, തീയിറക്കി ഇവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി. ഒരു മുൻകോപത്തിൻ്റെ അനുഭവം. അതുകൊണ്ട് തന്നെ യോഹന്നാൻ്റെ സ്വഭാവത്തിന് പൊസിഷൻ സീക്കിംഗ്, ഇൻടോളറൻറ്റ്, അതുമാത്രമല്ല മുൻകോപത്തിൻ്റെയും ആകാംക്ഷയുടെയും ഒരു അനുഭവം യോഹന്നാന് ഉണ്ടായിരുന്നു. പക്ഷേ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് മാതാവ് തൻ്റെ ഹൃദയത്തിലേക്ക്, ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ ക്രിസ്തു കാരണമായി തീർന്നപ്പോൾ യോഹന്നാൻ്റെ ഹൃദയത്തിന് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുകയാണ്. അത് എന്താണെന്നറിയണമെങ്കിൽ കർത്താവിൻ്റെ കുരിശാരോഹണം കഴിഞ്ഞ്, കബറടക്കം കഴിഞ്ഞ്, ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് നാം കയറി ചെല്ലണം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, യേശു ഉയർത്തെഴുന്നേറ്റ പ്രഭാതത്തിൽ യോഹന്നാനും പത്രോസും യോഹന്നാനും കൂടി കല്ലറയിലേക്ക് പോകുകയാണ്. യോഹന്നാൻ പ്രായം കുറഞ്ഞവനാണ്, പത്രോസ് മൂപ്പന, വൃദ്ധനാണ്. യാത്ര ചെയ്യുവാനായിട്ട് അല്പം പ്രതിസന്ധികളൊക്കെ ഉണ്ട്. യോഹന്നാന് ഓടി വേണമെങ്കിൽ കല്ലറ അടുക്കലേക്ക് ചെല്ലാം, അവൻ ഓടുകയാണ്. പക്ഷേ പത്രോസ് എന്ന വൃദ്ധനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, വേണമെങ്കിൽ യോഹന്നാന് താൻ ആദ്യം ഇതൊക്കെ ദർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൈക്കലാക്കാം. പക്ഷേ യോഹന്നാൻ ചെയ്യുന്നത് പത്രോസിനു വേണ്ടി വഴിമാറി കൊടുക്കുകയാണ്. അങ്ങ് വന്നാട്ടെ, കണ്ടാട്ടെ എന്ന് പറയുന്ന ഈ യോഹന്നാനെ നാം അവിടെ ദർശിക്കുക. നൗ യു ഗോ ആൻഡ് വിറ്റ്നസ്, നീ പോയി സാക്ഷ്യം വഹിക്കുക. അതുകൊണ്ട് തന്നെ കാത്തു നിൽക്കുന്ന അസഹിഷ്ണുതയൊക്കെ മാറി യോഹന്നാനിൽ നിന്നും, അവൻ്റെ ഇൻടോളറൻറ്റ് ഭാവമൊക്കെ മാറി യോഹന്നാനിൽ നിന്നും, പൊസിഷൻ സീക്കിംഗ് പേഴ്സണാലിറ്റിയൊക്കെ മാറിയ യോഹന്നാൻ, ക്ഷിപ്രകോപമൊക്കെ മാറിയ യോഹന്നാൻ കല്ലറുടെ മുൻപിൽ പത്രോസിനു വേണ്ടി വഴിമാറി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം നാം പരിശോധിക്കുമ്പോൾ എങ്ങും യോഹന്നാൻ്റെ പേര് താൻ സ്വയമേ എഴുതുന്നില്ല. പക്ഷേ എഴുതുന്നത് കർത്താവ് സ്നേഹിച്ച ശിഷ്യനെന്നും മറ്റേ ശിഷ്യനെന്നും വാത്സല്യ ശിഷ്യനും എന്നുമെന്നുള്ള ചില അജ്ഞാത നാമങ്ങൾ കൊണ്ട് യോഹന്നാൻ തന്നെ കുറിക്കുവാനായിട്ട് ഇടയായി തീരുകയാണ്. കാൽവറിയുടെ മണ്ണ് ചവിട്ടിയ യോഹന്നാൻ, മാതാവ് ഹൃദയത്തിലേക്ക്, മാതാവ് അവൻ്റെ ഉള്ളത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ, കർത്താവിൻ്റെ അമ്മയായ മറിയത്തെ തൻ്റെ ചങ്കോട് ചേർത്ത് കഴിഞ്ഞപ്പോൾ, അവൻ്റെ ഉള്ളിലുള്ള ചില മൃഗീയ സ്വഭാവങ്ങളൊക്കെ അവൻ മാറ്റി നിർത്തുകയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാൽവറിയുടെ വിരിമാറ് മനുഷ്യഹൃദയത്തിന് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കേണ്ടതാണ്. കാന പ്രപഞ്ച സൃഷ്ടിയായ വെള്ളത്തിന് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കിയപ്പോൾ കാൽവറി മനുഷ്യ സൃഷ്ടിയുടെ ഹൃദയത്തിന് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ട്രാൻസ്ഫർമേഷനാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതചര്യകളിൽ ഉണ്ടാകേണ്ടത്. ഈ ട്രാൻസ്ഫർമേഷനാണ് എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിൻ്റെ, കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകേണ്ടത്. കാനായും കാൽവറിയും ചില കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തെ പ്രതിനിധീകരിക്കുമ്പോൾ കാനായുടെയും കാൽവറിയുടെയും മാതൃഭാവം എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഭവനത്തിൻ്റെ, കുടുംബത്തിൻ്റെ ദൈവശാസ്ത്രം അങ്ങ് ഉൽപ്പത്തിയിൽ തന്നെ തുടങ്ങിയതായിരുന്നു. ആദത്തിനും ഹൗവയ്ക്കും ഏദൻ തോട്ടം ഭവനമായി നൽകി യഥാർത്ഥ കുടുംബത്തിൻ്റെ തറക്കല്ല്
യഹോവയാം ദൈവം അവിടെ നിർവഹിക്കുകയാണ്. നോഹയുടെ പെട്ടകം കരുതലിൻ്റെ ഭവനമായിട്ട്, കുടുംബമായിട്ട് മാറിത്തീരുകയാണ്. അബ്രഹാം ദൈവത്തിന് വിരുന്ന് ഒരുക്കിയതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെയും ഭവനത്തിൽ വിരുന്ന് കഴിക്കുന്ന അബ്രഹാം ദൈവത്തിന് ജനിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന് ജനിക്കുവാൻ തക്കവണ്ണം കാലികളുടെ വീടാണ് ദൈവം ഒരുക്കിയത്. മറിയം കണ്ണുനീരുകൊണ്ട് യേശുവിൻ്റെ പാദങ്ങൾ കഴുകിയതും ഒരു ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. തിരുശരീര രക്തങ്ങളെ തമ്പുരാൻ നമുക്കായിട്ട് സമർപ്പിക്കുന്നത് മർക്കോസിൻ്റെ മാളിക എന്ന ഒരു ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാതാവും ശിഷ്യന്മാരും ചേർന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതും ഒരു ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ സഭയ്ക്ക് വിശുദ്ധന്മാരെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളുടെ ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നവർ തന്നെയാണ് പരിശുദ്ധ സഭയ്ക്ക് ലഭിച്ച വിശുദ്ധന്മാരെന്ന് പറയുന്നത്. വിശ്വാസം പറഞ്ഞു കൊടുക്കുന്ന ഭവനങ്ങളല്ല, വിശ്വാസം പകർന്നു കൊടുക്കുന്ന ഭവനങ്ങളായിട്ട് നാം മാറിത്തീരണം. എന്താണ് വിശ്വാസം പകർന്നു കൊടുക്കുന്ന ഭവനങ്ങൾ? വിശ്വാസം പകർന്നു കൊടുക്കുന്ന ഭവനങ്ങൾ പ്രതീക്ഷകളുടെ ഇടമാണ്. വിശ്വാസം പകർന്നു കൊടുക്കുന്ന ഭവനങ്ങൾ നിറവിൻ്റെ അനുഭവമാണ്, സാക്ഷ്യങ്ങളുടെ കൂടാരമാണ്. വിശ്വാസം പകർന്നു കൊടുക്കണമെങ്കിൽ ആദ്യം മാതാപിതാക്കൾ വിശ്വാസത്താൽ നിറയണം. നിറഞ്ഞ ഒന്നിൽ നിന്ന് മാത്രമേ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. കുട്ടികൾ വായിക്കേണ്ട ആദ്യ പുസ്തകം മാതാപിതാക്കളുടെ ജീവിതമാണ്. ഒന്നുകൂടി പറയുന്നു, കുട്ടികൾ വായിക്കേണ്ട, കുഞ്ഞുങ്ങൾ വായിക്കേണ്ട ആദ്യ പുസ്തകം മാതാപിതാക്കളുടെ ജീവിതമാണ്. മാതാപിതാക്കളുടെ ജീവിതം വിശുദ്ധമായി തീരുമ്പോൾ ഭവനത്തിൽ അനേകം പ്രതീക്ഷകൾ ഉണ്ടാകുകയാണ്. ഭവനത്തിൽ പ്രതീക്ഷകൾ ഉണ്ടാകണമെങ്കിൽ കാഴ്ചകൾ നന്മയുടെ കാഴ്ചകളാകണം. മാതാവിൻ്റെ കാനാവിലെ കാഴ്ച ആ ഭവനത്തിൻ്റെ ഒരു നിറവിലേക്ക്, നന്മയിലേക്ക് പോകുകയാണ്. കുരിശിൽ കടന്ന അവളുടെ കാഴ്ചകൾ ലോകത്തിൻ്റെ പൂർണ്ണതയാണ് കർത്താവിൻ്റെ കുരിശിൻ്റെ പെരുമാറിൽ വെളിപ്പെടുത്തുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാനെന്ന് ചോദിച്ചു കൊള്ളട്ടെ, നമ്മുടെ കാഴ്ചകളുടെ തലം എങ്ങോട്ടാണ് പോകുന്നത്? കാഴ്ചകൾ നന്മയുടേതാണെങ്കിൽ നന്മയുടെ നിറവിനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്നു. പക്ഷേ ആധുനിക മനുഷ്യൻ്റെ കാഴ്ചകൾ ചില ആരാധനാമൂർത്തികളാണ്. ഈ ആരാധനാമൂർത്തികളുടെ വിജയം തങ്ങളുടെ വിജയമായിട്ടും ഈ ആരാധനാമൂർത്തികളുടെ പരാജയം തങ്ങളുടെ പരാജയമായിട്ടും കാണുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു കൂട്ടത്തെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ എല്ലാം ഭവനങ്ങൾക്ക് നിറവുണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ ആ നിറവിനെ തിരിച്ചറിയുവാനായിട്ട് നമ്മുടെ അകക്കണ്ണുകൾ തുറക്കപ്പെടുന്നില്ല. നമ്മുടെ എല്ലാം കുടുംബങ്ങൾ ചില പ്രതീക്ഷകളുടെ ഇടമാണ്. ആ പ്രതീക്ഷകൾക്ക് നിറം പകരുവാൻ തക്കവണ്ണം നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറക്കുന്നില്ല പ്രിയമുള്ളവരെ. എവിടെയെങ്കിലും പരാജയം സംഭവിക്കുന്നുവെങ്കിൽ, കുടുംബത്തിൽ പരാജയം സംഭവിക്കുന്നുവെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്നിൽ ആലോചനയുടെ അഭാവമുണ്ട്. പരാജയപ്പെട്ടു പോകുന്ന കുടുംബ ബന്ധങ്ങൾക്ക് പിന്നിൽ ആലോചനയുടെ അഭാവമുണ്ട്. വിരുന്നു വഴിയെ നമുക്കറിയാം, കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകുകയാണ്, പ്രതീക്ഷകൾ തെറ്റിപ്പോകുകയാണ്. കാരണം ആലോചനകളുടെ ചില അഭാവം വിരുന്നുവാഴിയിൽ ഉണ്ടാകുകയാണ്. പക്ഷേ കാൽവറിയുടെ വിരുമാറിലേക്ക് നാം ഒന്ന് നോക്കിക്കാട്ടെ, ആലോചനകളുടെ അഭാവം അവിടെയില്ല. കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നില്ല. തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ കാൽവറിയുടെ വിരുമാറിൽ കണക്ക് കൂട്ടലുകൾ എല്ലാം തികയ്ക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ. കണക്ക് കൂട്ടലുകൾ നഷ്ടപ്പെട്ടു പോകുവാൻ, പിഴയ്ക്കുവാൻ തക്കവണ്ണം ഇടയാകരുത്. പ്രതീക്ഷകൾ നൽകുന്ന ഇടമായിട്ട്, നന്മയുടെ കാഴ്ചകളെ പകരുന്ന സാക്ഷ്യമുള്ള കൂടാരങ്ങളായിട്ട് നമ്മുടെ ഭവനങ്ങൾ മാറിത്തീരണമെങ്കിൽ അവിടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ട ഒരാളുണ്ട്, പുണ്യമുള്ള പരിശുദ്ധ ദൈവമാതാവ്. ആ മാതാവിൻ്റെ സാന്നിധ്യമാണ് ജീവിതങ്ങൾ പുണ്യമുള്ളതാക്കുന്നത്, ഭവനങ്ങൾ പുണ്യമുള്ളതാക്കുന്നത്. പക്ഷേ പുണ്യമുള്ള ഭവനങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണുകൾക്ക് സമയമില്ല. ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ധനികനായ ഈ മനുഷ്യൻ
ദാരിദ്ര്യം എന്താണ് എന്ന് തൻ്റെ മകനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി യാത്ര പുറപ്പെടുകയാണ്. നല്ല സുഖലോലുപതയുള്ള ഭവനത്തിൽ വസിച്ച ഈ മകൻ ദാരിദ്ര്യം എന്താ എന്ന് അറിയുന്നതിന് വേണ്ടി കാടുകളും മേടുകളുമൊക്കെ കടന്ന് ഒരു ദരിദ്ര കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്തിച്ചേരുകയാണ്. പിതാവും മകനും കൂടി 1-2 ദിവസം അവിടെ താമസിച്ചു. കാഴ്ചകളെല്ലാം കണ്ടു. അവൻ്റെ ഭവനത്തിലെ ധനികതയുടെ അനുഭവത്തിൻ്റെ എല്ലാ കാഴ്ചകളും അവന് മനഃപ്പാടമാണ്. ദാരിദ്ര്യത്തിൻ്റെ കാഴ്ചകൾ ഈ മനുഷ്യനും മകനും കൂടി ദർശിക്കുകയാണ്. 2-3 ദിവസം അവിടെ താമസിച്ചതിന് ശേഷം ഈ അപ്പനും മകനും കൂടി യാത്ര ചെയ്യുകയാണ് തങ്ങളുടെ ഭവനത്തിലേക്ക്. ഭവനത്തിലെത്തിയപ്പോൾ ഈ അപ്പൻ മകനോട് ചോദിക്കുന്നു, മകനെ, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകുന്നുണ്ട്, പക്ഷേ ദാരിദ്ര്യം എന്താണ് എന്ന് നീ തിരിച്ചറിഞ്ഞുവോ എന്ന് ചോദിക്കുകയാണ്. ബുദ്ധിമാനായ ഈ മകൻ പറയുന്നതാണ് എൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചത്. ഈ മകൻ പറയുകയാണ്, അപ്പാ, നമ്മുടെ വീട്ടിൽ കൂട്ടിനകത്ത് ഇടപെട്ട ഒരു നായ, അവരുടെ ഭവനത്തിൽ സ്വാതന്ത്ര്യമുള്ള 4 നായ്ക്കൾ, രാത്രിയും പകലും പ്രകാശിക്കുന്ന ചില വിളക്കുകൾ മാത്രം നമുക്ക്, ആകാശവിഹായസിൽ പ്രകാശിക്കുന്ന 1000 നക്ഷത്രങ്ങൾ അവർക്കുണ്ട്. നമുക്ക് നീന്തുവാനായിട്ട് ഒരു നീന്തൽക്കുളം മാത്രമാണ് ഉള്ളത്. അവർക്കോ നീണ്ടു നിവർന്ന് കിടക്കുന്നതായ ഒരു നല്ല ശാന്തമാകുന്ന അരുവി തന്നെയുണ്ട്. നമ്മുടെ വീട് ചില മതിൽക്കെട്ടിനുള്ളിലാണ്. അവരുടെ ഭവനമോ അതിർത്തികളില്ല. ബന്ധങ്ങളുണ്ട്, ചാർച്ചക്കാരുണ്ട്, അയൽക്കാരുണ്ട്. മകൻ്റെ കാഴ്ചയും അപ്പൻ്റെ കാഴ്ചയും 2 ധ്രുവങ്ങളിലാണ് പ്രിയമുള്ളവരെ. ധനികനായ മനുഷ്യൻ പരിഭ്രമിച്ചു പോകുകയാണ് മകൻ്റെ ഈ ഉത്തരം കേട്ടുകൊണ്ട്. കാഴ്ചകളുടെ വ്യത്യാസമാണ് നമ്മെ പരുവപ്പെടുത്തിയും പാകപ്പെടുത്തിയും എടുക്കുന്നത്. ഒരേ ഭവനത്തിൽ താമസിക്കുന്ന പിതാവിൻ്റെയും മകൻ്റെയും കാഴ്ചകളുടെ വ്യത്യാസത്തിൻ്റെ തലം ഇവിടെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഭവനങ്ങൾ സാക്ഷ്യമുള്ള ഭവനങ്ങളായിട്ട് മാറിത്തീരണം. വളർച്ചയുടെ പടവുകൾ കയറുന്ന പ്രതീക്ഷയുടെ സാക്ഷ്യമുള്ള ഭവനങ്ങളായിട്ട് മാറിത്തീരണം. എവിടെയാണോ അനുഗ്രഹിക്കപ്പെട്ട പുണ്യമുള്ള ഒരു സ്ത്രീഭാവമുള്ളത്, ആ ഭവനം, ആ അന്തരീക്ഷം പുണ്യമുള്ളതായിട്ട് മാറിത്തീരുകയാണ്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ സ്ത്രീകളുണ്ട്. അമ്മയായിട്ട്, മാതാവായിട്ട്, മകളായിട്ട്, കൊച്ചുമകളായിട്ട് പരിണമിക്കുമ്പോൾ സ്ത്രീയുടെ ചില ഭാവങ്ങൾ നമ്മുടെ ഭവനങ്ങളെ പുണ്യഭൂമിയാക്കി മാറ്റുകയാണ്. ഒന്ന്, ഒരു സ്ത്രീയിലുണ്ടാകുന്ന ദാസ്യഭാവം. ഒരു ദാസ്യഭാവം ഒരു സ്ത്രീയിലുണ്ടായെങ്കിൽ പുണ്യമുള്ള ഭൂമിയായിട്ട് അവൾ ആയിരിക്കുന്ന ഇടം മാറിത്തീരും. 2, വാത്സല്യഭാവം. ഒരു വാത്സല്യഭാവത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയണം. 3, ഒരു സഖ്യഭാവം, ഒരു സുഹൃത് ഭാവം. 4, ഒരു കാന്തഭാവം, മാധുര്യമുള്ള ഭാവം. ഈ 4 ഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ സാക്ഷ്യമുള്ള പുണ്യമുള്ള ഇടങ്ങളായിട്ട് നമ്മുടെയൊക്കെ ഭവനങ്ങൾ മാറിത്തീരുവാനായിട്ട് കഴിയും. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, സാക്ഷ്യമുള്ള ഭവനങ്ങൾ ഉണ്ടാകണമെങ്കിൽ അനുഭവമുള്ള ജീവിതങ്ങൾ അവിടെ ഉണ്ടാകണം. ബെന്യാമീൻ്റെ ആടുജീവിതം നാം വായിക്കുമ്പോൾ നാം അനുഭവിക്കാത്ത ജീവിതമെല്ലാം നമുക്ക് കെട്ടുകഥകളാണ് എന്ന് അദ്ദേഹം നമ്മെ ഓർപ്പിക്കുകയാണ്. അനുഭവിക്കുന്ന ജീവിതമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. എൻ്റെ പ്രതീക്ഷകൾക്ക് നിറം പകരുവാൻ തക്കവണ്ണം എന്ത് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയുമെന്ന് നാം ചിന്തിക്കണം. ക്രിസ്റ്റീന റൊസേറി തൻ്റെ മിസ്റ്റിക് കവിതയിലൂടെ ചോദിക്കുകയാണ്, ഉള്ളു നിറഞ്ഞ നന്ദിയോടെ ഈ കവയിത്രി ചോദിക്കുന്നത് വായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. What can I give him, poor as I am? If I were a shepherd, I would bring a lamb. If I were a wise man, I would do my part. Yet, what can I give him? I give my heart. എൻ്റെ ഹൃദയത്തെ സൃഷ്ടാവിന് സമർപ്പിക്കുമ്പോൾ പ്രതീക്ഷകൾ നിറമുള്ളതായിട്ട് മാറിത്തീരും. അവിടെ ചില സാക്ഷ്യങ്ങൾ ഉണ്ടാകും. മറിയത്തിൻ്റെ കാനായുടെയും കാൽവറിയുടെയും അനുഭവം ചില പ്രതീക്ഷകൾ നൽകുന്ന ഇടമായിരുന്നു പ്രിയമുള്ളവരെ.
ഈ പ്രതീക്ഷകളാണ് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾക്ക് ഉണ്ടാകേണ്ടത്, നമ്മുടെയൊക്കെ ഭവനങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. കാൽവറിയും കാനായും നൽകുന്ന ആദ്യ മാതൃഭാവം പ്രതീക്ഷകളുടെ നിറവും പ്രതീക്ഷകളുടെ നിനവും ഒക്കെ പരിചയപ്പെടുത്തുന്ന സാക്ഷ്യമുള്ള ഒരു ഇടമായിട്ട് കാൽവറിയും കാനായും മാറിത്തീരുകയാണ്. 2, കാൽവറിയും കാനായും നമുക്ക് നൽകുന്ന മാതൃഭാവം മാതൃഹൃദയത്തിന് ചില വെല്ലുവിളികൾ ഉയർത്തിയ ഇടമായിരുന്നു കാനായും കാൽവറിയും. മറിയത്തിൻ്റെ വെല്ലുവിളി എന്തായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാൽവറിയുടെ വിരിമാറിലും കാനായുടെ അനുഭവത്തിലും മറിയത്തിന് വെല്ലുവിളി ഉണ്ടാകുന്നത് വിളമ്പി തീർക്കുവാനായി പാടുപെടുന്ന വിരുന്നുവാഴി മാതൃഹൃദയത്തിൻ്റെ തേങ്ങലായിട്ട് മാറിത്തീരുമ്പോൾ കാൽവറിയുടെ വിരിമാറിൽ സ്വന്തം മകൻ നുറുക്കപ്പെടുന്നത്, സ്വന്തം മകൻ മുറിക്കപ്പെടുന്നത് കാണുന്നത് മാതൃഹൃദയത്തിൻ്റെ തേങ്ങലായിട്ട് മാറിത്തീരുകയാണ്. വിളിക്കപ്പെട്ടവളാണ് എങ്കിൽ വിളിക്കപ്പെട്ട അനുഭവത്തിൽ വെല്ലുവിളിയെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം തയ്യാറായി മാതാവ് മാറി നിൽക്കുകയാണ്. വിളിയും വെല്ലുവിളിയും വേദപുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ജീവജാലങ്ങളുടെ ഉത്ഭവം മുതൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. ആദമിനെയും ഹൗവായെയും വിളിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ട് ഏദൻ തോട്ടത്തിന് വിരിമാറിൽ നിന്നും പുറത്തേക്ക് പോയപ്പോൾ അവർ ഏറ്റെടുത്തത് ഒരു വെല്ലുവിളിയാണ്. അബ്രഹാമിനെ യഹോവയാം ദൈവം വിളിക്കുന്നുണ്ട്. സ്വന്തം മകനായി ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ വേണ്ടി കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അബ്രഹാം ഏറ്റെടുക്കേണ്ടി വന്നത് ഒരു വെല്ലുവിളിയാണ്. മോശയുടെ വിളി നമുക്കറിയാം. ദൈവജനത്തെ മേയ്ക്കുവാൻ തക്കവണ്ണം മോശയുടെ വിളിയുണ്ട് എങ്കിൽ മേയ്ക്കുന്ന സന്ദർഭത്തിൽ ചില പ്രതിസന്ധികൾ ധാരധാരയായി കടന്നു വന്നത് വെല്ലുവിളിയായി അവൻ ഏറ്റെടുക്കുകയാണ്. മറിയമ്മിൻ്റെ വിളിയുണ്ട്, എന്നാൽ മറിയത്തിൻ്റെ വിളി ചില വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നു. മനുഷ്യന് മുൻപിൽ ഒരു പരിഹാസം. പ്രവാചകന്മാരെ നോക്കുമ്പോൾ വിളിയും വെല്ലുവിളിയും ഏറ്റെടുത്തവരാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം ആദിയോടന്തം പരിശോധിക്കുമ്പോൾ പല പ്രാവശ്യം അദ്ദേഹം പറയുന്നുണ്ട്, വചനം എൻ്റെ പക്കലേക്ക് അണഞ്ഞു. യഥാർത്ഥത്തിൽ യഹോവയാം ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത് വചനം പക്കലേക്ക് അണയുന്നതാണ്. ദൈവമാതാവിൽ ഇത് യഥാർത്ഥമായി ദർശിക്കുന്നുണ്ട്. വചനം അവളുടെ ഹൃദയത്തിലേക്ക് അണയുവാൻ തക്കവണ്ണം ഇടയായി. യഥാർത്ഥ വിളി വചനം പക്കലേക്ക് ഇറങ്ങുന്നതാണ്. വചനം മറിയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. വചനം ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ വിളിക്കപ്പെട്ടവൻ്റെ അഹം, മനസ്സ് ദൈവത്തിൻ്റെ അഹവുമായിട്ട് കൂടിച്ചേരണം. യെരമ്യാവിനെയും പ്രവാചകന്മാരെയും ഒക്കെ പഠിക്കുമെന്നാ മനസ്സിലാക്കുന്നത് പ്രവാചകന്മാരുടെ അഹം, പ്രവാചകന്മാരുടെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സായിട്ട് ഇഴുകിച്ചേരുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകൻ അവൻ്റെ അഹത്തിലേക്ക് ഇറങ്ങി വന്ന വചനത്തെ ദർശിക്കുന്നത്. 1, അഗ്നി പോലെയായിരുന്നു ആ വചനം. 2, പാറയെ തകർക്കുന്ന കൂടം പോലെയായിരുന്നു പ്രിയമുള്ളവരെ ആ വചനം. അഗ്നി പോലെ, പാറയെ തകർക്കുന്ന കൂടം പോലെ വചനത്തിൻ്റെ വിളിയെ ഏറ്റെടുക്കുന്ന യെരമ്യാവിനെ കാണാം. മറിയത്തിലും നാം ഒന്ന് നോക്കിക്കാട്ടെ. ഈ വിളി ഒരു അഗ്നിയുടെ പരിശോധനയായിരുന്നു മറിയത്തിൻ്റെ വിളി. മറിയത്തിൻ്റെ വിളി പാറയെ തകർക്കുന്ന കൂടം പോലെയായിരുന്നു പ്രിയമുള്ളവരെ. വെല്ലുവിളിയാണ് കാനായിലും കാൽവറിയിലും നാം കാണുന്നത്. വിരുന്നുവാഴിയുടെ അനുഭവം അവളുടെ ഉള്ളിൽ വെല്ലുവിളിയായിട്ട് മാറുമ്പോൾ കാൽവറിയിൽ സ്വന്തം മകൻ കുരിശിൽ കിടക്കുന്നത് ഒരു വെല്ലുവിളിയായിട്ട് മാറിത്തീരുകയാണ്. മറിയത്തെ രൂപം കൊടുക്കുമ്പോൾ, മറിയത്തെ അറിഞ്ഞ് വിശുദ്ധീകരിച്ച് യുയാക്കീം പുത്രിയായിട്ട് ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിന് ചില പ്ലാനും പദ്ധതിയുമൊക്കെ ഉണ്ടായിരുന്നു. മാതാവിന് രൂപം കൊടുക്കുന്ന തമ്പുരാൻ, യഥാർത്ഥത്തിൽ രൂപം കൊടുക്കുക എന്നുള്ളതിന് ഹീബ്രു പദം യാത്സാർ എന്നാണ്. കുശവൻ കളിമണ്ണിന് രൂപം കൊടുക്കുന്ന ഒരു ഇംഗിതത്തെയാണ് യാത്സാർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കളിമണ്ണിന് കുശവൻ രൂപം കൊടുക്കുമ്പോൾ മണ്ണിന് പറയുവാൻ കഴിയുകയില്ല എന്നെ ഇന്ന രൂപത്തിൽ പാകപ്പെടുത്തിയെടുക്കണമെന്ന്. ദൈവമാകുന്ന കുശവൻ മറിയമാകുന്ന മണ്ണിനെ പാകപ്പെടുത്തി മെനഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? വചനത്തെ ഉദരത്തിൽ വഹിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവ വിളി. അതുകൊണ്ട് ദൈവം അറിഞ്ഞ് രൂപപ്പെടുത്തി വിശുദ്ധീകരിച്ച് ഈ ലോകത്തിലേക്ക്
അയക്കപ്പെട്ട മറിയമ്മൻ്റെ വിളി ഈ ലോകത്തിൽ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നതായിരുന്നു. അതുമാത്രമല്ല പ്രിയമുള്ളവരെ, മറിയത്തിൻ്റെ വിളി ചില നിയോഗങ്ങളെ കൂടി പൂർത്തീകരിക്കുന്നതായിരുന്നു. കാനായിലും കാൽവറിയിലും നാം ദർശിക്കുമ്പോൾ ചില നിയോഗങ്ങളുടെ പൂർത്തീകരണം രണ്ടിടത്തും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നിയോഗങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ കൂടിച്ചേരണം. ഒന്ന്, സൃഷ്ടാവിൻ്റെ കർത്തൃത്വം ഉണ്ടാകണം. രണ്ട്, സൃഷ്ടിയുടെ അനുസരണം ഉണ്ടാകണം. സൃഷ്ടാവിൻ്റെ കർത്തൃത്വവും സൃഷ്ടിയുടെ അനുസരണവും കൂടിച്ചേർന്നു എങ്കിൽ മാത്രമേ നിയോഗങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മറിയത്തിൽ സൃഷ്ടാവിൻ്റെ കർത്തൃത്വമുണ്ടായിരുന്നു, സൃഷ്ടിയുടെ അനുസരണമുണ്ടായിരുന്നു. മറിയം ഉണ്ടായിരുന്ന കാനാവിലെ കല്യാണത്തിലും കാൽവറിയുടെ വിരുമാറിലും സൃഷ്ടാവിൻ്റെ കർത്തൃത്വവും സൃഷ്ടിയുടെ അനുസരണവും ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, കൃപ ലഭിച്ചവളെ എന്ന് യഹോവയാം ദൈവത്തിൻ്റെ ദൂതൻ്റെ സംബോധന സൃഷ്ടാവിൻ്റെ കർത്തൃത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ അനുസരണത്തെയാണ് മാതാവിൽ പ്രതിഫലിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നിയോഗങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള സൃഷ്ടാവിൻ്റെ കർത്തൃത്വവും സൃഷ്ടിയുടെ അനുസരണവും യഥാർത്ഥമായി പൂർത്തീകരിക്കപ്പെട്ടവളായിരുന്നു മറിയം. കാനാവിലെ കല്യാണത്തിലേക്ക് വന്നാലോ സൃഷ്ടാവിൻ്റെ കർത്തൃത്വവും സൃഷ്ടിയുടെ അനുസരണവും അവിടെയും നമുക്ക് ദർശിക്കാം. പരിചാരകർ അനുസരിക്കേണ്ടത് മറ്റാരെയുമല്ല, വിരുന്നുവാഴിയെ മാത്രമാണ്. കടന്നുവരുന്ന അതിഥികളെ അനുസരിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം പരിചാരകർക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വചനമാണ് തന്നോട് പറയുന്നത്, ക്രിസ്തുവാണ് തന്നോട് പറയുന്നതെന്ന് എങ്ങനെയോ മനസ്സിലാക്കിയിട്ടാകാം പരിചാരകർ ക്രിസ്തുവിൻ്റെ വാക്കുകളെ അനുസരിക്കുകയാണ്. സൃഷ്ടാവ് കർത്തൃത്വം നടത്തുന്നു, സൃഷ്ടികളായ പരിചാരകർ അനുസരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, സൃഷ്ടാവിൻ്റെ കർത്തൃത്വവും സൃഷ്ടിയുടെ അനുസരണവും കൂടിച്ചേർന്ന് ദൈവികമാകുന്ന നിയോഗങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. വചനത്തെ അനുസരിക്കുന്ന മാതാവിനെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എപ്പോൾ മാതാവിൻ്റെ അഹം സൃഷ്ടാവിൻ്റെ അഹമായിട്ട് മാറിത്തീരുകയാണ്. പ്രവാചകന്മാരുടെ അഹം സൃഷ്ടാവിൻ്റെ അഹമായിട്ട് മാറിത്തീരുകയാണ്. ആമോസ് പ്രവാചകനെ നമുക്കറിയാം. ആമോസും അമാസ്യായും തമ്മിലൊരു വാഗ്വാദം നടക്കുകയാണ്. യഹൂദയിൽ പ്രവചന വൃത്തിയൊന്നും നീ നിർവഹിക്കേണ്ട, പിന്നെയോ ബഥേലിൽ പ്രവചന നിവൃത്തി നിർവഹിക്കുക. തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനോട് പ്രവചന നിവൃത്തി നിർവഹിക്കാതിരിക്കുന്നതിനു വേണ്ടി ഈ രാജാവ് ചെയ്യുന്ന പ്രവൃത്തികൾ. പക്ഷേ ആമോസ് ഭൂമിയിലെ രാജാവിൻ്റെ നിയോഗത്തെ അല്ല പൂർത്തീകരിക്കുന്നത്, സൃഷ്ടാവിൻ്റെ നിയോഗത്തെ ആമോസ് പൂർത്തീകരിക്കുകയാണ്. പത്രോസിനെ നമുക്കറിയാം, നീറോയ്ക്ക് മുൻപിൽ ഹീറോയായി മാറിക്കൊണ്ട് സൃഷ്ടാവിൻ്റെ ചില ഇംഗിതത്തെ പൂർത്തീകരിക്കുകയാണ്. സൃഷ്ടാവിനെ സ്വന്തമാക്കുവാൻ കഴിയുന്ന ദൈവികമാകുന്ന വിളിയുടെ ഭാവമാണ് പ്രിയമുള്ളവരെ നിയോഗങ്ങൾ എന്ന് പറയുന്നത്. മറിയം സൃഷ്ടാവിനെ സ്വന്തമാക്കിയവളാണ്. മറിയം പുതുമയിലേക്കുള്ള വഴിയെ, ക്ഷണത്തെ തിരഞ്ഞെടുത്തതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ നാം ചോദിക്കും, ദൈവം എവിടെ? അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒന്നുണ്ട്. Every disappointment is an appointment with God. ഈ ചിന്ത പലപ്പോഴും നമ്മെ ഭരിക്കുന്നു എങ്കിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും കടന്നു വരുമ്പോൾ ചില ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ നാം താല്പര്യപ്പെടാറുണ്ട്. ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ആത്മീയതയുടെ ചില വരൾച്ചയാണ്. പ്രിയമുള്ളവരെ, ആത്മീയതയുടെ ചില വരൾച്ച എന്ന വെല്ലുവിളി എന്നെയും നിങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. മറിയം കാനാവിലും അതോടൊപ്പം കാൽവറിയും ഈ വെല്ലുവിളികളെ ഏറ്റെടുക്കുമ്പോൾ സൗഭാഗ്യമുള്ളവളായി, പുണ്യമുള്ളവളായിട്ട് അവൾ മാറുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ വരൾച്ചയുടെ പ്രവചനത്തിന് ശേഷം ഏലിയാവ് ഒളിച്ച് താമസിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ,
ഏലിയാവിൻ്റെ വെല്ലുവിളി എന്തായിരുന്നു എന്നറിയാമോ? ദൈവത്തിൻ്റെ ഇംഗിതത്തിനായിട്ട്, ദൈവത്തിൻ്റെ അകമായിട്ട് മാറിയവൻ കടന്നു വന്നു എങ്കിലും ഒളിച്ചു താമസിക്കുക എന്നുള്ള വലിയൊരു വെല്ലുവിളി ഏലിയാവ് ഏറ്റെടുക്കുകയാണ്. എവിടെയാണ് ഏലിയാവ് ഒളിച്ചു താമസിക്കുന്നത്? ഒരു അരുവിക്ക് സമീപം ഒളിച്ച് താമസിക്കുകയാണ്. ഏലിയാവിനോട് യഹോവയാം ദൈവം പറയുകയാണ്, നീ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും അകലം പാലിക്കുവാൻ നിനക്ക് കഴിയണം. കൊറോണ എന്ന മഹാവ്യാധി നമ്മെ ബാധിച്ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വെല്ലുവിളിയാണ് പ്രിയമുള്ളവരെ. ഈ വെല്ലുവിളിയെ മറികടക്കുവാൻ തക്കവണ്ണം എന്ത് എനിക്കും നിങ്ങൾക്കും ചെയ്യുവാൻ കഴിയുമെന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കണം. ഏലിയാവ് വരൾച്ചയുടെ പ്രഖ്യാപനത്തിന് ശേഷം ഒളിച്ച് താമസിപ്പിക്കുവാൻ വേണ്ടി യഹോവയാം ദൈവം അവനോട് പറയുന്നു, പുറപ്പെടുക, നീ മാറി താമസിക്കുക, അകലം പാലിക്കുക ലോകത്തിൽ നിന്നും. വീണ്ടും യഹോവയാം ദൈവം അവനോട് പറയുന്നു, നീ കിഴക്കോട്ട് പോകുക, മിഥ്യാധാരണകൾക്കൊക്കെ ചില അറുതി വരുത്തുവാൻ നിനക്ക് കഴിയണം. വീണ്ടും അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക, നീ അടുത്തിരിക്കുക. അരുവിയുടെ സമീപം ഭവനങ്ങളൊന്നും കാണുവാനായിട്ട് സാധ്യതയില്ല. നീ ഒളിച്ചു താമസിക്കുക. അരുവിക്ക് സമീപം താമസിക്കുമ്പോൾ ശീലിച്ചിട്ടില്ലാത്ത ഒന്നിലേക്കാണ് ഏലിയാവിനെ ദൈവം തള്ളിവിടുന്നത്. കൊറോണ എന്ന മഹാവ്യാധിയും നമ്മയൊക്കെ ബാധിക്കുമ്പോൾ ശീലിച്ചിട്ടില്ലാത്ത ഒന്നിലേക്ക് ഞാനും നിങ്ങളും മാറിപ്പോകുകയാ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നേ വരെ ശീലിച്ചിട്ടില്ലാത്ത ശൈലികളിലേക്ക് നാം മാറിപ്പോകുകയാ. പക്ഷേ ദൈവം പറയുകയാണ്, ശീലിച്ചിട്ടില്ലാത്ത ശൈലിയിലേക്കും നിന്നെ ഞാൻ ആക്കുന്നുവെങ്കിലും നിന്നെ കരുതുവാൻ, കൊറോണയിൽ നിനക്ക് കരുണ നൽകുവാൻ ഞാനുണ്ട് എന്ന് ദൈവം പറയുകയാണ്. ഏലിയാവിനോട് ദൈവം പറയുന്നു, നീ ഭൂമിയിൽ ഭക്ഷണത്തിനായി പരതേണ്ട, ഉയരങ്ങളിലേക്ക് നോക്കുക. കാക്കയെ അപ്പവും ഇറച്ചിയുമായിട്ട് ഏലിയാവിന് വേണ്ടി ദൈവം സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ജനമേ, വിളി എന്ന് പറയുന്നത് ചില ത്യാഗമാണ്, വെല്ലുവിളി എന്ന് പറയുന്നത് യാഗമാണ്. ഫുൾട്ടൺ ജെ ഷീനിനെ നമുക്കെല്ലാം പരിചയമുണ്ട്. ദോസ് മിസ്റ്റീരിയസ് പ്രീസ്റ്റ്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദെയർ ഈസ് നെവർ എ സാക്രമെന്റ് വിതൗട്ട് സാക്രിഫൈസ്. ദെയർ ഈസ് നെവർ എ സാക്രമെന്റ് വിതൗട്ട് സാക്രിഫൈസ്. യാഗമില്ലാതെ ഒരു കൂദാശയുമില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പരിശുദ്ധ കൂദാശകളുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. പൗരസ്ത്യ വേദശാസ്ത്ര ദർശനത്തിൽ ഞാൻ നിങ്ങളും മനസ്സിലാക്കുന്നു, കൂദാശകളുടെയൊക്കെ പൂർത്തീകരണം വിശുദ്ധ കുർബാനയാണ് പ്രിയമുള്ളവരെ. കുർബാന എന്ന് പറയുന്നത് കർത്താവിൻ്റെ ജനനം മുതൽ മരണം വരെയും ഉദ്ധാനമൊക്കെ വരച്ചു കാട്ടുന്ന ചില സാക്രിഫൈസ് ആണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് വെല്ലുവിളി യാഗമാണ്, വിളി ത്യാഗമാണ്. മാതാവിൻ്റെ മാതൃഭാവം കാൽവറിയിലും കാനായിലും നാം ദർശിക്കുമ്പോൾ ചില മാതൃഭാവത്തിൻ്റെ വെല്ലുവിളികളാണ് ഞാനും നിങ്ങളും അവിടെ ദർശിക്കുന്നത്. അതുകൊണ്ട് പ്രതീക്ഷകൾക്ക് നിറം പകരുന്ന സാക്ഷ്യമുള്ള ഇടമായിരുന്നു കാനായും കാൽവറിയും. 2, മാതൃഭാവം വെല്ലുവിളികളെ ഏറ്റെടുത്ത ഇടമായിരുന്നു കാനായും കാൽവറിയും. 3, മാതൃഹൃദയത്തിന് നൊമ്പരത്തെ നൽകിയ ഇടമായിരുന്നു കാനായും കാൽവറിയും. മാതൃഹൃദയത്തിന് നൊമ്പരത്തെ നൽകിയ ഇടമായിരുന്നു കാനായും കാൽവറിയും. സാധാരണയായി നൊമ്പരം കടന്നു വരാറുള്ളത് മാതാവിലാണ്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ മാതാപിതാക്കന്മാരുണ്ട്. സ്ത്രീകളിലാണ് നൊമ്പരങ്ങൾ സാധാരണയായി കടന്നു വരുന്നത്. ജന്മം നൽകിയ അമ്മയിലാണ് നൊമ്പരങ്ങൾ കടന്നു വരുന്നത്. കാനാവിലെ കല്യാണത്തിൽ വിരുന്നുവാഴിയെയും മണവാളനെയും മണവാട്ടിയെയും ഒക്കെ മാതാവ് ദർശിക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ നൊമ്പരമുണ്ടാകുന്നു. കാൽവറിയിൽ തൻ്റെ മകനിലേക്ക് തൻ്റെ മുഖഭാവം ദർശിക്കുമ്പോൾ അവളിൽ നൊമ്പരമുണ്ടാകുന്നു.
അനുഗ്രഹിക്കപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും മാതാവിൽ മാതൃഭാവത്തെ, മറിയമിനെ ദർശിക്കുവാൻ കഴിയുന്നുണ്ടോ? മാതാവിൽ മറിയത്തെ ദർശിക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ അത് മറ്റാരുടെയും കുഴപ്പമല്ല, എൻ്റെയും നിങ്ങളുടെയും കുഴപ്പമാണ് തന്നെ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ക്രിസ്തുവാകുവാനായിട്ട് ശ്രമിക്കുന്നില്ല എങ്കിൽ എൻ്റെയും നിങ്ങളുടെയും മാതാവിൽ മറിയത്തെ ദർശിക്കുവാനായിട്ട് കഴിയുകയില്ല. നൊമ്പരങ്ങൾ കടന്നു വരുമ്പോൾ ചില സഹനങ്ങൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഇടയാകാറുണ്ട്. യഥാർത്ഥത്തിൽ സഹനങ്ങൾ രണ്ട് വിധത്തിലാണ്. ഒന്ന്, വികൃതമാകുന്ന സഹനങ്ങളുണ്ട്. രണ്ട്, സുഹൃതമാകുന്ന സഹനങ്ങളുണ്ട്. വികൃതമാകുന്ന സഹനങ്ങളും സുഹൃതമാകുന്ന സഹനങ്ങളും തിരിച്ചറിയുമ്പോഴാണ് നൊമ്പരം ഒരു മാതൃഹൃദയത്തിൽ രൂപപ്പെടുന്നത്. എന്താ വികൃതമാകുന്ന സഹനം? കാൽവറിയുടെ മലയിലേക്ക് കുരിശുമായിട്ട് ചുമന്നുകൊണ്ടു പോകുന്ന ക്രിസ്തുവിനെ നാം കാണുന്നു. കുരിശിക്കപ്പെടുന്നത് പല കുറ്റവാളികൾക്കുമുള്ള ശിക്ഷയാണ്. കുറ്റവാളികൾ കുരിശുമായിട്ട് പോകുമ്പോൾ പിറുപിറുക്കുകയും മ്ലേച്ഛമാകുന്ന വാക്കുകൾ പറയുകയും ചെയ്യാറുണ്ട്. പക്ഷേ ക്രിസ്തു ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. ഈ സഹനം സുഹൃതമാകുന്ന സഹനമാകുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ സഹനം, മാതാവിൻ്റെ സഹനം സുഹൃതമാകുന്ന സഹനമാ. സഹനങ്ങൾ സുഹൃതമാകണമെങ്കിൽ ഹൃദയത്തിൽ നൊമ്പരങ്ങൾ ഉണ്ടാകണം. ഹൃദയത്തിൽ നൊമ്പരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ചിന്തകളും പ്രവൃത്തികളും ദൈവികമായി തീരണം. ഒരു മനുഷ്യൻ്റെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ആകത്തുകയാണ് ജീവിതമെന്ന് പറയുന്നത്. ആ ചിന്തയും പ്രവൃത്തിയും കാനായിലും കാൽവറിയിലും തുറന്നു കാട്ടുകയാണ് മറിയം. നമുക്കറിയാം, എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് മാതൃഭാവത്തിൽ ദർശിക്കാറുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ ശമൂവേൽ ബാലനെ നാം കാണുന്നു. ഹന്നായുടെയും എൽക്കാനയുടെയും പുത്രൻ. ശമൂവേലിനെ ദേവാലയത്തിലേക്ക് സമർപ്പിക്കുന്നുണ്ടായെങ്കിലും എല്ലാ വർഷവും തിരുനാൾ ആഘോഷത്തിനായിട്ട് ഈ മാതാപിതാക്കൾ കടന്നു വരുമ്പോൾ സ്വന്തം കൈകൊണ്ട് നെയ്തെടുത്ത ഒരു വസ്ത്രം അവർക്ക് നൽകാറുണ്ട് എന്ന് 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മാതാവും മകനും തമ്മിലുള്ള ഒരു ആത്മീകമാകുന്ന ഒരനുഭവം. മൺചിരാതിൻ്റെ പ്രഭയിലേക്ക് മാതാവിൻ്റെ അനുഭവം കടന്നു പോകണം. ആ പ്രഭയാണ് ഓരോ മാതാവും നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ രൂപപ്പെടുത്തിയെടുക്കുന്നത്. മാതാവിൻ്റെ നൊമ്പരത്തിൻ്റെ വസ്ത്രം വെണ്മയുള്ളതാക്കി തീർക്കുവാൻ 2 കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. മാതാവിൻ്റെ നൊമ്പരത്തിൻ്റെ വസ്ത്രത്തെ വെണ്മയുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം, ഒന്ന്, അവളിൽ താഴുവാനായിട്ടുള്ള എളിമയുണ്ടായിരുന്നു. 2, ഉയരുവാനായിട്ടുള്ള വിശുദ്ധിയുണ്ടായിരുന്നു. താഴുവാനായിട്ടുള്ള എളിമയും ഉയരുവാനായിട്ടുള്ള വിശുദ്ധിയും കൂടിച്ചേർന്നപ്പോൾ മാതാവിൻ്റെ നൊമ്പരം സുഹൃതമായി വിശുദ്ധമായി മാറിത്തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. സ്വയം ദാസിയായിട്ട് അവരോധിക്കുവാനായിട്ട് ആർക്കാണ് കഴിയുക? നൊമ്പരങ്ങൾ സുഹൃതമായി തീരണമെങ്കിൽ നമ്മുടെ വാക്കുകൾ സുഹൃതമായി തീരണം. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വാ പ്രസ്താവിക്കുന്നത്, അധരം പ്രസ്താവിക്കുന്നത് എങ്കിൽ ഹൃദയം നിറഞ്ഞു കവിയുന്നതായ നൊമ്പരം നമ്മുടെ അധരങ്ങൾ പ്രസ്താവിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, വാക്കുകൾക്ക് വളരെയേറെ ശക്തിയുണ്ട്. നിറഞ്ഞു കവിയുന്ന നൊമ്പരങ്ങളാണ് വാക്കുകളായിട്ട് മാറിത്തീരുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒന്ന്, ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ വേർഡ്സ്, യു ക്യാൻ ചേഞ്ച് ദ വേൾഡ് ഇറ്റ് സെൽഫ്. ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ വേർഡ്സ്, യു ക്യാൻ ചേഞ്ച് ദ വേൾഡ് ഇറ്റ് സെൽഫ്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയുന്നുണ്ട് എങ്കിൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കുവാൻ, ലോകത്തെ തന്നെ ചേഞ്ച് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഭിക്ഷ നടത്തുന്ന ഒരു മനുഷ്യൻ, അന്ധനായ മനുഷ്യനാണ്. അവൻ ഇപ്രകാരം ഒന്ന് അവൻ്റെ കൈകളിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അവൻ ആരോ എഴുതി കൊടുത്തതായിരിക്കാം. ഐ ആം ബ്ലൈൻഡ്, ഐ കാൺഡ് സീ. ഞാൻ അന്ധനാണ്, എനിക്കൊന്നും കാണുവാനായിട്ട് കഴിയുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക പോലും ഭിക്ഷാടനത്തിലൂടെ ഈ മനുഷ്യന് ലഭിക്കുന്നില്ല. അതുവഴി കടന്നു വന്ന ഒരു മനുഷ്യൻ
ഈ എഴുത്ത് മാറ്റി എഴുത്തിൻ്റെ ശൈലിക്ക് ഒരു വ്യത്യാസം വരുത്തുകയാണ്. അദ്ദേഹം ഇപ്രകാരം എഴുതി: "The world is so beautiful, but I can't see it. The world is so beautiful, but I can't see it." ഈ വാക്കുകൾ ചിലരുടെ ഹൃദയങ്ങൾക്ക് നൊമ്പരമുണ്ടാക്കി. ചിലതൊക്കെ അവന് ലഭിക്കുകയാ, അവന് ഉണ്മാനും ഉടുപ്പാനും ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണുകയാണ്. വാക്കുകൾക്ക് വ്യത്യാസമുണ്ടായാൽ ലോകത്തിൻ്റെ ചിന്തകൾക്ക് തന്നെ വ്യത്യാസമുണ്ടാക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകും. ദൈവത്തിന് മനുഷ്യ സൃഷ്ടിയെപ്പറ്റി നൊമ്പരമുണ്ടായപ്പോൾ അവൻ്റെ അകത്തളങ്ങളിൽ നിന്നും തൻ്റെ ഏകജാതനായ പുത്രനെ നൊമ്പരത്തോടുകൂടി ലോകത്തിലേക്ക് അയച്ച് കാൽവറിയുടെ വിരിമാറിലേക്ക് അയക്കുകയാ, സൃഷ്ടിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നൊമ്പരങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പാകപ്പെടുവാനും പരുവപ്പെടുവാനുമായിട്ടുള്ള ഇടമാണ്. കാൽവറിയിലും കാനായിലും ഈ നൊമ്പരത്തിൻ്റെ പൂർത്തീകരണം ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മറിയത്തിലൂടെ ഒരു മീഡിയമായിട്ട് മറിയം കാനായിയുടെ അനുഭവത്തിൽ മാറിത്തീരുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ഈ നൊമ്പരം, മറിയത്തിൻ്റെ നൊമ്പരം സൃഷ്ടാവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെയൊക്കെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഈ നൊമ്പരം നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് പ്രതിഫലിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഷൗക്കത്ത് അലിയുടെ പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുവാൻ കഴിഞ്ഞു: ഒരു കാടിന് തീപിടിക്കുകയാണ്. കാട്ടിൽ ജീവജന്തുക്കളുണ്ട്. കാടിൻ്റെ വിരിമാറിൽ ഷെൽട്ടറായിട്ട് എടുത്ത് അനേകം മൃഗങ്ങൾ താമസിക്കുന്നുണ്ട്. തീയൊക്കെ കാടിന് മുകളിലൂടെ പോകുമ്പോൾ അതുവഴി കടന്നു വന്ന ഒരു ഓലാഞ്ഞാലി കുരുവി തൻ്റെ അരുവിയിലേക്ക് കടന്നു ചെന്ന് ചിറകുകളിൽ വെള്ളമെടുത്ത് തുള്ളി തുള്ളിയായിട്ട് തീപിടിക്കുന്ന കാടിന് മുകളിൽ ഒഴിക്കുകയാണ്. മറ്റൊരു പക്ഷി അതുവഴി കടന്നു വന്നു. ഉടനെ ചോദിച്ചു: "അല്ലയോ കുരുവി, നീ എന്ത് അവിവേകമാണ് കാണിക്കുന്നത്? നീ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാട്ടിലെ തീ അണയ്ക്കുവാനായിട്ട് കഴിയുകയില്ല." ഉടനെ കുരുവിയൊത്ത് ഉത്തരം നൽകുകയാണ്: "അല്ലയോ പക്ഷി, ഞാൻ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാട്ടിലെ തീ അണയ്ക്കുവാൻ കഴിയുകയില്ല എന്നൊക്കെ വ്യക്തമായ ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് ആഹാരം തരുന്ന, പാർപ്പിടം തരുന്ന ഈ കാട് നശിച്ചു പോകുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു നൊമ്പരമുണ്ടല്ലോ, എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു തേങ്ങലുണ്ടല്ലോ, അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയാണ് ഞാനിവിടെ കാണിക്കുന്നത്." യഹോവയാം ദൈവത്തിൻ്റെ മനസ്സിൽ ആദത്തിലും ഹവ്വയിലും ഉണ്ടായ ചില പ്രവൃത്തികളുടെ നൊമ്പരത്തിൻ്റെ പൂർത്തീകരണം കാൽവറിയുടെ വിരിമാറിൽ കുരിശിൻ്റെ ചുവട്ടിൽ നാം കാണുകയാണ്. സ്ത്രീയുടെ സാന്നിധ്യം അർത്ഥപൂർണമാകുകയാണ് അവിടെ, പ്രിയമുള്ളവരെ. സ്ത്രീയുടെ മകൻ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന പ്രവചനത്തിൻ്റെ പൂർത്തീകരണം കാൽവറിയുടെ വിരിമാറിൽ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ നടക്കുകയാണ്, പ്രിയമുള്ളവരെ. കാനായുടെ അനുഭവത്തിൽ എൻ്റെ നാഴിക ഇതുവരെ ആയിട്ടില്ല എന്നുള്ളത് വേദശാസ്ത്രപരമാകുന്ന അനേകം ചിന്തകളിലേക്ക് വിരലോന്നുമ്പോൾ നാഴികയുടെ സാന്നിധ്യം, നാഴിക കുറിക്കപ്പെടുന്ന ഇടമായിട്ട് കാൽവറി രൂപാന്തരപ്പെടുകയാണ്. യോഹന്നാൻ എന്ന സുവിശേഷകൻ മറിയത്തെ യേശുവിൻ്റെ അമ്മ എന്ന് കാൽവറിയിലും കാനായിലും 4 പ്രാവശ്യം പ്രഖ്യാപിക്കുമ്പോൾ സ്ത്രീയെ എന്ന വാക്ക് പ്രഖ്യാപിക്കുന്നത് കേവലം ഒരു തവണ കാൽവറിയിലും കാനായിലും. ചില പ്രഖ്യാപനങ്ങളുടെ ഉൽപ്പത്തിയിൽ നടന്ന ചില പ്രഖ്യാപനങ്ങളുടെ പൂർത്തീകരണം സ്ത്രീയുടെ സന്തതിയിലൂടെ ഇവിടെ നിറവേറുകയാണ്. യഥാർത്ഥത്തിൽ കാനാ മുതൽ കാൽവറി വരെ നാം പഠിക്കുമ്പോൾ വേദശാസ്ത്രപരമാകുന്ന നാഴികയുടെയും സ്ത്രീകളുടെ, സ്ത്രീ എന്ന വാക്കിൻ്റെയും ചിന്തകൾ കടന്നു പോകും. കൗദാശികപരമാകുന്ന പലതും യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, പ്രിയമുള്ളവരെ. വെള്ളവും വീഞ്ഞും, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയെ നാം ദർശിക്കുമ്പോൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചിട്ടില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധമാകുന്ന മാമോദീസായെ വിവക്ഷിക്കുമ്പോൾ
കാൽവറിയും കാനായും മാമോദീസായ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ചില അടയാളങ്ങൾ കൂടി നൽകുകയാണ് പ്രിയമുള്ളവരെ. നൊമ്പരങ്ങളുടെ അനുഭവം വാക്കുകളിലൂടെ ദൈവമാതാവ് പ്രഖ്യാപിക്കുകയാണ്. 3 കാര്യങ്ങൾ നാം പറഞ്ഞു. ഒരു കാര്യം കൂടി, മാതൃഭാവം കൂടി വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. മറിയത്തിൻ്റെ മാതൃഭാവത്തിൻ്റെ 4ാമത്തെ പ്രത്യേകത, കുരിശോളം കൂട്ടിനുണ്ടാകുന്ന മാതൃസ്നേഹത്തിൻ്റെ ത്യാഗമാണ് അവളുടെ മാതൃഭാവത്തിൽ ദർശിക്കുന്നത്. കുരിശോളം കൂട്ടിനുണ്ടാകുന്ന സ്നേഹമാകുന്ന മാതൃഭാവം, ത്യാഗമാകുന്ന മാതൃഭാവത്തെ ദർശിക്കുവാൻ കഴിയും. മറിയം ബേദലഹേം മുതൽ കാൽവറി വരെ ഉണ്ടായിരുന്നു. ആദ്യ സ്ത്രീയായ ഹൗവയിലൂടെ മനുഷ്യനുണ്ടായ വീഴ്ചയെ കർത്താവായ യേശുതമ്പുരാൻ്റെ അമ്മയായ മറിയത്തിലൂടെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കാൽവറിയുടെ വിരിമാറിലേക്ക് സ്നേഹത്തിൻ്റെ ഒരു മാതൃഭാവത്തെ ദർശിക്കുകയാണ്. ഈ സ്നേഹത്തിന് 2 പ്രത്യേകതകളുണ്ടായിരുന്നു. ഒന്ന്, ദിസ് ലവ്, ഇറ്റ്സ് എ ലവ് ഓഫ് ഹോളിനെസ്. വിശുദ്ധിയുടെ ഒരു സ്നേഹമായിരുന്നു കാനാ മുതൽ കാൽവറി വരെ ക്രിസ്തുവിന് കൂട്ടുണ്ടായിരുന്നത്. 2, ഹർ ലവ്, അവളുടെ സ്നേഹം, ദാറ്റ് ലവ് വാസ് എ ലവ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്വത്തിൻ്റെ ഒരു സ്നേഹമായിരുന്നു കാനാ മുതൽ കാൽവറി വരെ. കാനായിൽ ചില ഉത്തരവാദിത്വങ്ങൾ മറിയം നിർവഹിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തകല തകർക്കുമെന്ന ഉത്തരവാദിത്വം മറിയത്തിൻ്റെ മുൻപിൽ, സ്ത്രീയുടെ മുൻപിൽ യഹോവയാം ദൈവ ഏകജാതനായ പുത്രനിലൂടെ നിറവേറ്റുകയാണ് പ്രിയമുള്ളവരെ. മാതൃഭാവത്തിൻ്റെ ചില പ്രത്യേകതകൾ. നമ്മൾ ഇന്നെടുത്ത തലക്കെട്ട് കാനാ മുതൽ കാൽവറി വരെ. കാനായും കാൽവറിയും മാതൃഭാവത്തിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് വരച്ചു കാണിക്കുകയാണ്. 1, പ്രതീക്ഷകൾക്ക് നിറം നൽകുന്ന, നിറം പകരുന്ന, നിറവ് പകരുന്ന, സാക്ഷ്യം വഹിച്ച ഇടമായിരുന്നു കാനായും കാൽവറിയും. 2, മാതൃഹൃദയത്തിൻ്റെ വിളിക്ക് വെല്ലുവിളികൾ നൽകിയ ഇടമായിരുന്നു കാനായും കാൽവറിയും. 3, മാതൃവാത്സല്യത്തിന് നൊമ്പരം നൽകിയ ഇടമായിരുന്നു കാനായും കാൽവറിയും. 4, കുരിശോളം കൂടെ വരുന്ന മാതൃസ്നേഹത്തിൻ്റെ ചില ത്യാഗത്തിൻ്റെ അനുഭവമായിരുന്നു കാനായും കാൽവറിയും. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ മാതൃസ്നേഹത്തിൻ്റെ പ്രതീകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സർവശക്തൻ്റെ കൃപ നമ്മൾ ഏവരിലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമാകുന്ന ഈ 15 നോമ്പ് അർത്ഥവത്തായി നാം നമ്മുടെ ഹൃദയത്തിൽ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം സർവശക്തൻ ഇടയാക്കട്ടെ. സർവശക്തൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.